ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വുമൺ പോലീസ് കോൺസ്റ്റബിളിന് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായതും അതുപോലെ NJD വേക്കൻസിയൊക്കെ റിപ്പോർട്ടായതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അവർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ CPO സിവിൽ പോലീസ് ഓഫീസറിൻ്റെ 6 ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന 6 ബറ്റാലിയനിൽ വന്ന അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കാറ്റഗറി നമ്പർ 595/2022 വുമൺ പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും അതുപോലെ റാങ്ക് ലിസ്റ്റൊക്കെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ അഡ്വൈസ് ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് ചാർട്ടും അഡ്വൈസ് ചാർട്ടും സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 NJDയും അതുപോലെ 210 ഫ്രഷും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 229 NJD കൂടി റിപ്പോർട്ടായിട്ടുണ്ട്. ഇപ്പോൾ 210 ഫ്രഷ് അതുപോലെ 31 NJD. ഇതാണ് ഇപ്പോൾ നിലവിൽ വുമൺ CPOയ്ക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് WCPOയ്ക്ക് വന്നിരിക്കുന്ന അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാസ്റ്റിനും ജോലി കിട്ടിയ ആളുടെ ലാസ്റ്റ് റാങ്ക് കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ 212 അഡ്വൈസാണ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് വന്ന 29 NJD വേക്കൻസിക്ക് അഡ്വൈസ് അയച്ചിട്ടില്ല. അതുകൂടാതെ ഉള്ള 210 ഫ്രഷ് അതുപോലെ 2 NJD അങ്ങനെ 212 വേക്കൻസിക്കുള്ള അഡ്വൈസാണ് ഇപ്പോൾ അയച്ചിട്ടുള്ളത്. ലാസ്റ്റ് വന്ന NJDക്ക് അയച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 188 ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ റാങ്ക് 188. അതുപോലെ ഈഴവ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 195 കേട്ടോ. ഈഴവ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ റാങ്ക് 195. അടുത്തത് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ റാങ്ക് 166 വിത്തിൻ OC കേട്ടോ. OCക്കകത്തു നിന്നാണ് പോയിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 166. അടുത്തത് ST ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയിട്ടിരിക്കുന്ന ആളുടെ റാങ്ക് സപ്ലിമെൻ്ററി ലിസ്റ്റ് 24. ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 24ാമത്തെ റാങ്ക് വരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 24ാമത്തെ റാങ്ക് വരെ ഉള്ളവർക്ക് ST കാസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. അടുത്തത് മുസ്ലിമാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയ ആളുടെ റാങ്ക് 642. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലി കയറിയ ആളുടെ റാങ്ക് 642. അടുത്തത് LC ഓർ AI ലാറ്റിൻ കത്തോലിക് ഓർ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 546. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലിക്ക് കയറിയ ആളുടെ റാങ്ക് 546. അടുത്തത് OBC അതർ ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 187 വിത്തിൻ OC അതും OCക്കകത്തു നിന്നാണ്. OBC കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 187. അടുത്തത് വിശ്വകർമ്മ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 268. വിശ്വകർമ്മ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് 268. അടുത്തത് SIUC നാടാർ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയിരിക്കുന്ന ആളുടെ റാങ്ക് 284. 4ാമത്തെ റാങ്കുള്ള ആൾക്ക് വരെ SIUC നാടാർ കാസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഹിന്ദു നാടാർ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയ ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 311. ഹിന്ദു നാടാർ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയിരിക്കുന്ന ആളുടെ റാങ്ക് 311. അടുത്തത് SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയിരിക്കുന്ന ആളുടെ റാങ്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2ാമത്തെ റാങ്ക് വരെ ഉള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. SCCC കാസ്റ്റിൽ നിന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2ാമത്തെ റാങ്കുള്ള ആൾക്ക് വരെ ജോലി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ധീവര കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയിരിക്കുന്ന ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 235 കേട്ടോ. 235 ധീവര കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയിരിക്കുന്ന ആളുടെ റാങ്ക് 235. അടുത്തത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് ആയിരിക്കുന്ന ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 210. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വിഭാഗത്തിൽ നിന്ന് ലാസ്റ്റ് ജോലി കിട്ടിയിരിക്കുന്ന ആളുടെ റാങ്ക് 210. അപ്പോൾ ഇതാണ് ഓരോ കാസ്റ്റിനും ജോലി കിട്ടിയ ആളുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് ഒന്ന് ST ആണ്. ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 24ാമത്തെ ആൾക്ക് വരെ 24ാമത്തെ റാങ്ക് വരെ ഉള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി, അതും ആ കാസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 2ാമത്തെ റാങ്ക് വരെ ഉള്ളവർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ 212 അഡ്വൈസാണ് PSC അയച്ചിട്ടുള്ളത്. ഇനി 29 NJD കൂടി ലേറ്റസ്റ്റായിട്ട് വുമൺ CPIക്ക് റിപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു, സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വൈസ് അയച്ചിട്ടില്ല. അതുകൂടാതെയുള്ള 212 വേക്കൻസിക്കുള്ള അഡ്വൈസ് ഡീറ്റെയിൽസാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ CPIക്കൊക്കെ അയച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതാണ്. ഇനി എനിക്ക് തോന്നുന്നു KP5 കൂടിയാണ് വരാനുള്ളത്. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് അഡ്വൈസ് ചാർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വുമൺ CPIയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വൈസ് ചാർട്ടും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വൈസ് അയച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോ ചെയ്തേ ഉള്ളൂ. ഓക്കെ.